തവസ്സുൽ 3 വിഭാഗമുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ നാമങ്ങളെ മുൻനിർത്തി പടച്ചവനോട് ദുആ ചെയ്യൽ ഖുർആൻ പ്രേരിപ്പിച്ച കാര്യമാണ്, നമ്മൾ ചെയ്യേണ്ട അമലാണ്. രണ്ടാമത്തെ തവസ്സുൽ ബിൽ അഅമാലി സ്വാലിഹ, സാലിഹായ അമലുകൾ കൊണ്ട് അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്യൽ. അതിന് ഈ ഹദീസ് വളരെ വ്യക്തമാണ്. ഞാൻ നമസ്കരിച്ചു, പടച്ചവന് കുറെ നാൾ മുത്തഅല്ലിമെന്ന് പറഞ്ഞ് നടന്നു, ഇതിന്റെ ഗുണം കൊണ്ട് നീ എന്നെ അനുഗ്രഹിക്കണം, തവസ്സുൽ ചെയ്യാവുന്നതാണ്, മുസ്തഹ്സനാണ്. മൂന്നാമത്തെ കൊണ്ട് മഹാന്മാരെ കൊണ്ട് തവസ്സുൽ ചെയ്യൽ. അള്ളാഹു നിബിതങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, മുഹീദ്ദീൻ ഷേഖിന്റെ ബർക്കത്ത് കൊണ്ട്, ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് എന്റെ കാര്യങ്ങൾ നടത്തിത്തരണമേ എന്ന് പറയൽ. ശ്രദ്ധിക്കണം. മൗലാന അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി അവർ പറയുന്നത് ഇത് മുസ്തഹ്സനാണ്. കാരണം ഇത് യഥാർത്ഥത്തിൽ 2ൽപ്പെട്ടതാണ്. എത്രയിൽപ്പെട്ടതാണ്? 2ൽപ്പെട്ടതാണ്. അതെന്താ? വളരെ ശ്രദ്ധിക്കുക. അള്ളാഹുവെ, മഹാന്മാരെ സ്നേഹിക്കണം എന്ന് നീ കൽപ്പിച്ചിരിക്കുന്നു. നിന്റെ അനുഗ്രഹത്താൽ ഇദ്ദേഹം മഹാനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് അദ്ദേഹത്തോട് സ്നേഹമുണ്ട്. ഈ സ്നേഹമാകുന്ന കർമ്മത്തെ മുൻനിർത്തി ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ഏതിൽപ്പെട്ടപ്പം? 2ൽപ്പെട്ടു. പക്ഷേ ഇതിന് 2 നിബന്ധനയുണ്ട്. ശ്രദ്ധിക്കണം. 2 നിബന്ധനയുണ്ട്. നമ്മുടെ മഹാന്മാരുടെ മധ്യമമായ മാർഗം മനസ്സിൽ 2 നിബന്ധനയുണ്ട്. ഒന്ന്, തവസ്സുൽ ചെയ്താലേ ദുആ കബൂലാവുകയുള്ളൂ എന്ന് വിശ്വസിക്കാൻ പാടില്ല. എന്റെ വാഴ്ന്നു നടക്കണമെങ്കിൽ ഞാൻ കുറെ തവസ്സുലൊക്കെ ചെയ്ത് ദുആ ചെയ്യണം, ആൾക്കാരെയൊക്കെ കാണിക്കണം, എന്നാലേ ദുആ ആവുകയുള്ളൂ. ആരെങ്കിലും തവസ്സുൽ ചെയ്തില്ല അവരെപ്പറ്റി വളരെ വിമർശനം, ഇത് പാടില്ല. 2, തവസ്സുലിലൂടെ അള്ളാഹുവിന് നിർബന്ധമുണ്ടാകും എന്നും വിചാരിക്കാൻ പാടില്ല. ഈ ലോകത്ത് നിങ്ങളാരെയും വാപ്പ വന്ന് ഉസ്താദിനോട് സംസാരിച്ച് സമ്മർദ്ദം ഉണ്ടാകും. നിങ്ങളുടെ അടുത്തൊരു ഉസ്താദ് വന്ന് ഉസ്താദിനോട് സമ്മർദ്ദം ഉണ്ടാകും. ഫൈന്നഹു ലാ മുക്രിഹ ലഹു, പടച്ചവന് സമ്മർദ്ദം കാണിക്കാൻ ആരുമില്ല. പടച്ചവന് മുമ്പാകെ അവന് ഇഷ്ടപ്പെട്ട ദാസന്മാരോടുള്ള സ്നേഹം ഞാനെടുത്ത് കാണിക്കുന്നു. അള്ളാഹു ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ട് തരികയില്ല. അതുകൊണ്ട് തവസ്സുൽ ഈ ഒരു മനോഹാരിതയാണുള്ളത്. വളരെ നല്ല അമലാണ്. വളരെ ശ്രദ്ധിക്കണം. തവസ്സുലിനെ പറ്റിയുള്ള എതിരഭിപ്രായങ്ങൾ കേട്ട് നമ്മളിൽ പലരും അതിന് നിസ്സാരമായി കാണുന്നു. പക്ഷെ നമ്മുടെ മഹാന്മാരെല്ലാവരും വളരെ ആദരിക്കുന്ന കാര്യമാണ് തവസ്സുൽ. നൈലു ഷിഫാ ബിനഅദിൽ മുസ്തഫ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുചെരുപ്പിനെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഷിഫായിക്ക് വേണ്ടി തേടുന്നു. നമ്മൾ അക്കാദമി ഇറക്കിയ 2 കിതാബുകൾ. ഒന്ന്, പ്രവാചക സ്നേഹത്തിലൂടെ സുഗന്ധം പരത്തുക, അതിന്റെ അവസാനത്തിലുണ്ട്. പിന്നെ ചിത്രം, ഏറ്റവും ചെറിയ ഗ്രന്ഥം പുണ്യസലാത്ത്, സൗഭാഗ്യവാന പാതയത്തിന്റെ അവസാനം ആ ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മുടെ മഹാന്മാരുടെ മധ്യാവസ്ഥ കാണണം. തൊപ്പിയുടെ മോളി വെക്കുക, അല്ലെങ്കിൽ എവിടെയോ തൂക്കിയിടുക, ചന്ദ്രത്തിന് കത്തിക്കാൻ സമ്മതിക്കുന്നില്ല അവർ. ഇത് അനുരാഗത്തിന്റെ ഒന്നാണ്. ഞാൻ വീട്ടിൽ അലമാരയുടെ ഉള്ളി വെച്ചിട്ടുണ്ട്. തഹജ്ജുദ് സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് അതിന് അമൽ ചെയ്യും. ഇതെല്ലാം സ്വകാര്യമാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ഒരു കൂട്ടം ആൾക്കാർ അവർ പരസ്യമായി ഈ കാര്യങ്ങൾ നിന്ദിക്കുന്നു. അങ്ങനെയല്ല, ഒരു കൂട്ടം ആൾക്കാർ പരസ്യമായി ഈ കാര്യങ്ങൾ ചെയ്യുന്നു. അതിൽ അമിതത്വം കണ്ടുകൊണ്ട് വേറൊരു കൂട്ടം ആൾക്കാർ പരസ്യമായിട്ട് ഇതിനെ എതിർക്കുന്നു. നമ്മളെ മഹാൻ ഇതൊക്കെ സ്വകാര്യമാണ്. ഔലിയാക്കളോടുള്ള സ്നേഹം സ്വകാര്യമാണ്. നിബിധങ്ങളുമായിട്ടുള്ള സ്നേഹ അനുരാഗത്തിന്റെ കീർത്തനങ്ങൾ സ്വകാര്യമാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പാട്, മുറിയിരുന്ന് പാട്, വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും പാട്. ഇതെല്ലാം നല്ല കാര്യം. ജനങ്ങൾക്കിടയെ വെച്ച്, ജനങ്ങൾ മുമ്പിൽ വെച്ച് വളരെ ശ്രദ്ധിക്കുക. മൗലാന ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹി അവരെ പറ്റി പറയുന്നുണ്ട്. ഔലിയാക്കളുടെ ഖബറ് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് മനസ്സ് തിരിച്ച് ഖുർആൻ ഓതി ദുആ ചെയ്ത് കടന്നു പോകും. 2, ആരും ഇല്ലെങ്കിൽ ആ ഖബറിന്റെ അടുത്ത് പോകും. ചിലപ്പോൾ അവിടെ ഇരിക്കും, ചിലപ്പോൾ അവിടെ നിൽക്കും. കുറേ നേരം സിയാറത്ത് ചെയ്യും മഹാനവറുകൾ. നമ്മൾ തിരിച്ച് 10 പേരുള്ളപ്പോഴായിരിക്കും സിയാറത്ത് ചെയ്യാൻ വേണ്ടി എനിക്ക് താല്പര്യം വരുന്നത്. മെയ്ക്കൊട്ടയ്ക്ക് മാത്രമേ എനിക്ക് സലാത്തും മൗലൂദും ഒക്കെ വരികയുള്ളൂ. ദാറുലും ദേബന്തിൽ നിന്ന് നടന്ന് യാത്ര ചെയ്യും. ഷേഖ് സാബിർ കല്യരിയുടെ മക്ബറയിലേക്ക് നടന്ന് യാത്ര ചെയ്യും. പകലിൽ അവിടെ ചുമ്മാതെ തെക്ക് വടക്ക് കറങ്ങി നടക്കും. ഇശാ നമസ്കാരം കഴിഞ്ഞ് ആ മക്ബറ പൂട്ടുന്ന വ്യക്തിയോട് സ്നേഹത്തിൽ പറയും, ഞാൻ ഒന്നും ചെയ്യത്തില്ല, എനിക്ക് ഉള്ളിൽ കഴിയണം, അതുകൊണ്ട് ആ താക്കോലിങ് തന്നേര്. എന്നിട്ട് താക്കോലിങ് തരണ്ട, നിങ്ങൾ എന്നെ അകത്തിട്ട് പൂട്ടിയേര്. മൗലാന അകത്ത് കിടക്കും, പുറത്തുനിന്ന് ദേഹം പൂട്ടും. തഹജ്ജുദ് വരെ അവിടെ കഴിഞ്ഞുകൂടും.
തഹജ്ജുദിന്റെ സമയത്ത് അദ്ദേഹം വന്ന് തുറക്കും, അള്ളാഹുവിന്റെ അടിമ അവിടെ നിറങ്ങും, അവിടെ പുറത്തു പോയിട്ട് ആ തണുത്ത സമയത്ത് അവിടെ വെള്ളത്തിൽ പോയി കുളിക്കും, എന്നിട്ട് ജനങ്ങൾക്കിടയ്ക്ക് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഖാസിമി നദിവി ശൈലി. ഈ കാര്യങ്ങളെല്ലാം രഹസ്യമാണ്. ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധം സ്വകാര്യമാണ്. ഞാനും എന്റെ ആത്മസുഹൃത്ത് തമ്മിലുള്ള ബന്ധം സ്വകാര്യമാണ്. അത് പരസ്യപ്പെടുത്തേണ്ടതല്ല. അത് ഇന്നെല്ലാം ഇത് പുറത്തു കൊണ്ടുപോകും. ഈ കാര്യങ്ങളെല്ലാം പുറത്തേ ഉള്ളൂ. മൗലൂദ് പുറത്ത് 10 പേര് കാണിച്ചാൽ നടക്കുകയുള്ളൂ. ഈ ഒരവസ്ഥ മാറ്റും. അതിന് നമ്മൾ ഈ ഒരു അവസ്ഥ മാറ്റാൻ പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ നിന്ദിക്കലും നിസ്സാരപ്പെടുത്തലും അതിന് പേര് വഴക്കുണ്ടാക്കൽ നടത്താനും പാടില്ല. നമ്മളിൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് മുഹീദ്ദീൻ ഷേഖിനോട് നിന്ദിതയാണ്. തെറ്റാണത്. ഔലിയാക്കളെ പേര് കേൾക്കുന്നവരോട് ദേഷ്യമാണ്. ശുക്രൂരെല്ലാം കൊള്ളാം, പക്ഷെ ഈ ഔലിയാക്കളെ പേര് എന്തിനു കൂടെ? പിന്നെ വേറെ ആരുടെ പേര്? എന്റെ വാപ്പാടെ പേര് പറയണോ? നിന്റെ വാപ്പാടെ പേര് പറയണോ? മഹാന്മാരുടെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ തന്നെ ഇൻഷാ അല്ലാഹ് മരിക്കും അവരുടെ കൂട്ടത്തിൽ തന്നെ എഴുതേക്കാനാണ് ആഗ്രഹം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുന്നു, വളരെ സൂക്ഷ്മമാണ് ഈ കാര്യം. അവിടെയില്ല ഇവിടെയില്ല, മധ്യമമായ രീതിയാണ്. ഈ വിഷയത്തിന് മൗലാന ഖാസിം നാനൂത്തി പറഞ്ഞ മൗലൂദിനെ പറ്റി പറയുന്നു. മൗലൂദിനെ ഒരു കൂട്ടം ആൾക്കാര് ഫർദ് ഐനിന്റെക്കാളും വലിയ ഫർദായിട്ട് കാണുന്നു. ഇതും തെറ്റാണ്. വേറെ കൂട്ടം ആൾക്കാർ തൊടാൻ പാടില്ല, നോക്കാൻ പാടില്ല, അതിനെ കാണാൻ പാടില്ല, അങ്ങേയറ്റം അകന്നു കഴിയണം. ഇതും തെറ്റാണ്. മധ്യമായ രീതി.